വീട്ടിലാരെങ്കിലും സാരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പേപ്പർ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുണ്ടെങ്കിൽ എടുത്തു വെച്ചോ. നമുക്കിതുകൊണ്ട് സിമ്പിളായിട്ട് ഫ്ലവർ ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടിഷ്യൂ പേപ്പറും ഉണ്ട്. അധികം ആൾക്കാരും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ആ പേപ്പർ വലിയ പേപ്പറാണ്, അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്രിപ്പ് പേപ്പറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് 8 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ പീസ് എടുക്കാം കേട്ടോ. ഇത് ഞാൻ ചെറിയ പീസ് എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അതിനുശേഷം ഇതിങ്ങനെ സിക്സാക്കായിട്ട് ഞാനിങ്ങനെ മടക്കിയെടുത്തു. പിന്നെ ഇതിൻ്റെ രണ്ടറ്റും ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ എനിക്ക് മനസ്സിലായി, അത്രയും വലിയ സിക്സാക്ക് ആക്കിയാൽ നമുക്കത് ഒന്ന് വിടർത്തി എടുക്കുമ്പോഴേക്ക് നല്ല ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ചെറിയതാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു കമ്പി വെച്ച് ഇതിങ്ങനെ സെക്യൂർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമ്പി തന്നെ വേണമെന്നില്ല, ഒരു നൂലുകൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി. പിന്നെ കളർ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ചെയ്ത് നോക്കുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ കളറൊന്നും കൊടുക്കാൻ നിന്നില്ല. പിന്നെ ഇതുപോലെ ഓരോന്നായിട്ട് ഓരോ പേപ്പേഴ്സ് എടുത്ത് ഇതിങ്ങനെ മെല്ലെ പൊക്കി കൊടുത്താൽ അടിപൊളിയായിട്ട് നല്ല ഫ്ലവറായിട്ട് വരും. പക്ഷേ ഇത് എവിടെയോ എന്തോ ഒരു പകപ്പഴ വന്നിട്ടുണ്ട് എനിക്ക്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ ചെറിയ പേപ്പർ എടുത്തുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വലിയ പേപ്പർ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.